അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉള്ളത് ഈ പള്ളി ഉണ്ട് ആലപ്പുഴക്കാർക്കല്ല, കേരളത്തിലുള്ള മിക്ക ആൾക്കാർക്കും മനസ്സിലാവും. ഞാൻ ഇന്നുള്ളത് ആലപ്പുഴ കുട്ടനാട്ടിലെ പുളിങ്കുന്നാണ്. അപ്പോൾ നമ്മളിവിടെ വന്നത് ഒരു പണിയെടുക്കാൻ വേണ്ടിയാണ് ഗൈസ്. ഞാൻ ആദ്യം തന്നെ നമ്മൾ ബൗളിൽ കുറച്ച് കറീസ് അങ്ങ് സെറ്റ് ചെയ്യാണ് ഗൈസ്. അപ്പം എനിക്ക് ഇന്നത്തെ കിട്ടിയ റോൾ എന്ന് പറയുന്നത് വേണ്ട ഈ കാണുന്ന ചമ്മന്തിയാണ്, ഇത് ചെമ്മീൻ ചമ്മന്തിയാണ്. ഇതൊക്കെ കൊണ്ട് സെറ്റാക്കിയത് വേണ്ട എല്ലാവരും ഇൻഡാക്റ്റ് മീൻസ് അതായത് ആ പ്ലാസ്റ്റിക് കോട്ടിങ് ഇല്ല, അതിനാണ് നമ്മൾ ഇൻഡാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡാക്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകുക. അപ്പോൾ ഇന്നത്തെ അതിൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ ആ ജോലി ചെയ്ത് മടുത്ത് ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കിടിലൻ കേരക്കറി. ആഹാ സെറ്റ്. അപ്പം ഈ കറിയെല്ലാം നമ്മൾ ടേബിൾ സെറ്റാക്കണം. അപ്പം ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ടേബിളിലുള്ള ആൾക്കാർക്ക് ഒരു പീസ് വെച്ചാൽ അത് ടോട്ടൽ 8 പീസ് വെച്ചാൽ നമ്മൾ കണക്കാകത്തുള്ളൂ, എന്നാലേ മുതലാകത്തുള്ളൂ. എന്നിട്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള ക്യാബേജ് തോരൻ ഇതെല്ലാം സെറ്റ് ചെയ്യും. നമുക്ക് ടേബിൾ എന്തൊക്കെയാണെന്ന് അറിയാം. നമ്മൾ നേരത്തെ വെച്ച കേര, ചെമ്മീൻ, അടുത്ത തോരൻ, പിന്നെ അടുത്ത മെഴുക്ക് പുരട്ടി, പിന്നെ അടുത്ത ചിക്കൻ ഫ്രൈ, പിന്നെ അടുത്ത അച്ചാർ, പുളിശ്ശേരി, അങ്ങനെ എല്ലാ പരിപാടീസും ഉണ്ട് കേട്ടോ. അതെ, ഒരു ടേബിൾ സെറ്റാണ്. നമുക്ക് ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് ബ്രെഡുണ്ട്, പിന്നെ നമുക്ക് ഇടിയപ്പമുണ്ട്. ഇടിയപ്പം ഉണ്ട്, ഞാൻ ഇടിയപ്പം എടുത്തേണ്ടതുണ്ട്, ഇടിയപ്പവും വന്ന്. അപ്പം ഇനി ഇതെല്ലാം കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ബാക്കി മിച്ചമുള്ളത് നമുക്ക് ഡക്കും പിന്നെ അടുത്ത ഫിഷ് മോളിയാണുള്ളത്. വേണ്ട, ഡക്ക് ഓൾറെഡി ഇവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചൂടോടെ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇൻഡാക്റ്റ് അടിക്കത്തില്ല. ഇൻഡാക്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ചൂടടിച്ചിട്ട് ഈർപ്പം അടിക്കും, അപ്പോൾ അത് മടുപ്പായിരിക്കും. അതുകൊണ്ട് നമ്മളിനി വെയിറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇനി ആൾക്കാർ വന്നാലും നല്ല ചൂട് ബീഫ് കൊണ്ട് ഇളകുന്നുണ്ട്, നല്ല രസമില്ല കാണാൻ. ഇത് ഇച്ചിരി എടുത്ത് പൊറോട്ട ആയിട്ട് അടിക്കും, പക്ഷേ പൊറോട്ട ഇവിടെ ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഇതെല്ലാം നമ്മൾ അടുക്കി വെക്കാം കേട്ടോ. ഇതിന് അവർ ആദ്യത്തെ സെറ്റ് ഓഫ് ഫുഡ് കഴിഞ്ഞിട്ട് നമ്മളിത് കൊടുക്കത്തുള്ളൂ. അതായത് ആദ്യത്തെ അവരുടെ ബ്രെഡും ഫിഷ് മോളി അത് താറാവൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ. ഇനി നമ്മുടെ ഊഴം. അപ്പം ഞാൻ നല്ല ചൂട് ഫിഷ് മോളി, ആഹാ നല്ല പഞ്ഞി പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇനി അടുത്ത് ആദ്യം കുറച്ച് ബ്രെഡും കുറച്ച് ഫിഷ് മോളി എടുത്ത് കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം കിടിലൻ സാധനം. അപ്പോൾ അമ്മമാർക്ക് ഇഷ്ടപ്പെട്ടു, അമ്മ തലയാട്ടാൻ പറയും. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവനോട് പറഞ്ഞു ബ്രോ ഒന്ന് റിവ്യൂ പറയാമോ. അപ്പം അവനിങ്ങനെ പറഞ്ഞു കൊള്ളാം, കിടിലൻ സാധനം. അപ്പോൾ ഇതിന് നമുക്ക് ബാക്കി മിച്ചമുള്ള കുറച്ച് ചോറും തോരനും മീൻകറി എല്ലാം കൂടി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കഴിച്ചിട്ട് കുറച്ച് മീനിൻ്റെ ചാറും കുറച്ച് തോരനും എടുത്തിട്ട് ഞാൻ അങ്ങ് കഴിച്ചു നോക്കി. അപ്പം സാധനം സെറ്റാണ്. അപ്പം മറ്റൊരു വൈബ് ഇവിടെ ആയിട്ട് ഉടനെയാണ്. അപ്പോൾ ഇറ്റ്സ് മീ വിച്ചൂട്ടി. അപ്പോൾ ടാറ്റ.